വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. നമസ്കാരം. എല്ലാവർക്കും എന്തുകൊണ്ട് സുഖമാണോ? എല്ലാവരും സുഖമാണെന്ന് തോന്നുന്നു. സോ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞാൽ മത്തി ഫ്രൈ, നല്ല അടിപൊളി മത്തി ഫ്രൈ ചെയ്യാൻ പോകുന്നു. സോ മത്തി മേടിച്ചിരിക്കുകയാണ്, നാട്ടിലെ മത്തിയാണ്. മസാല എല്ലാം മാരിനേഷൻ ചെയ്ത് വെച്ചു, ക്ലീൻ എല്ലാം ചെയ്തു. സോ ഇന്നത്തെ പാചകം മത്തി ഫ്രൈ. വാക്കുവാണ്. പിന്നെ കഴിച്ച് എന്തുകൊണ്ട് വിശേഷം? നല്ല ചൂടാണ് കഴിച്ച്. മത്തി വറുത്ത് പൂപ്പടായി. എന്നാലും കഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ്, നാക്കിൻ്റെ രുചി മറക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം കിട്ടുന്നു. പിന്നെ എല്ലാവരും സുഖമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് പുതിയ വീഡിയോ ആണ്, മത്തി ഫ്രൈ. നിങ്ങളും ചെയ്ത് നോക്കും. മത്തി ഫ്രൈ നല്ലതാണ്, ഈ ചൂട് സമയത്തിന് കഴിക്കാൻ നല്ലതാണ്. ഇതാണ് മത്തി ഫ്രൈ. നല്ല എണ്ണയിൽ, ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ട് വറുത്താൽ മതി, നല്ല ടേസ്റ്റ് കിട്ടും. സോ നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ. നല്ല കുരുമുളകും മഞ്ഞളും മുളക് പൊടി, നാരങ്ങ, പിന്നെ ഇച്ചിരി കോൺഫ്ലവർ പൊടിയിട്ട്, അപ്പോൾ നല്ല പിടിക്കും കഴിച്ച്. ഉപ്പിട്ടിട്ടുണ്ട്. സോ അതിന് ഇതാണ് മത്തി ഫ്രൈ. നല്ല മീനാണ് ഗൈസ്, നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ഈ ചട്ടിയിൽ കാണുന്നത് മസാല മാരിനേഷൻ ചെയ്ത് മത്തിയ. ഇത് പ്രിപ്പറേഷൻ ആയത് കുക്കായോണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കൊടുക്കുക സമയം. നല്ല മുരുമുരുന്ന് വറുത്ത് കിട്ടും. എൻ്റെ അവസ്ഥ നല്ല വേർപ്പ്. സമ്മതിക്കണം, പാചകം ചെയ്യുന്നവരെ സമ്മതിക്കണം ഗൈസ് ഈ ചൂടിൽ.
മീൻ വറുക്കിട്ട് കഴിച്ച് ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതായിട്ട് ആ സമയത്തിന് ഒരു പുതിയ സംഭവം കഴിഞ്ഞു. ഈ സ്റ്റിക്കർ എങ്ങനെ ഉണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? നല്ല രസമുണ്ടല്ലേ ഈ സ്റ്റിക്കർ? ഇതാണ് ആരാണ്? യമഹ. ഓക്കെ, അതുകൊണ്ട് എങ്ങനെയുണ്ട് മാന്? നല്ല അടിപൊളിയല്ലേ ഇതാണ്? ലൈക്ക് ഇറ്റ് ഗൈസ്. ഉഗ്രം മത്തിയാണ് ഗൈസ്. വറുത്ത് സമയമെടുക്കും, ബട്ട് കുഴപ്പമില്ല. അതിൻ്റെ രുചിയെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കൊതിയാണ് ഗൈസ് കണ്ടിട്ട്. നിങ്ങൾക്കും കൊതിയാവും. ഇച്ചിരി ക്ഷമിക്കുക. അത്ര കൊതിയാണെങ്കിൽ നിങ്ങളും മേടിച്ച് വറുക്കാം ഗൈസ്, കുഴപ്പമില്ല. കണ്ടോ, പെട്ടെന്ന് നമ്മൾ തിരിച്ചിടാൻ പോയാൽ ചിലപ്പോൾ പൊടിയാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് സ്ലിമ്മിൽ കുറച്ച് വെച്ചുകൊണ്ട് പതിയെ വേവിട്ട് ഗൈസ് കാത്തിരിക്കാം. അതെന്താ പറഞ്ഞെങ്കിൽ നമ്മളിങ്ങനെ എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ പൊടിയാൻ ചാൻസസ് ഉണ്ട്. കണ്ടോ, പിടിച്ചിരിക്കുകയാണ്. അത് കുറച്ച് സമയം എടുക്കും. ഇച്ചിരി വേവ് പിടിക്കുമ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ ശകലം എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തള്ളി കൊടുക്കുക. കൂടുതൽ എണ്ണ കഴിക്കുന്നത് ശരിയില്ല, അതുകൊണ്ട് കുറച്ച് എണ്ണ കഴിക്കുന്നത് ഏറ്റവും നല്ലത്. എണ്ണ എല്ലാതെയും വറുക്കണം കഴിച്ച്, ബട്ട് അത് ടേസ്റ്റ് കാണത്തില്ല. ശകലം എണ്ണ, വെളിച്ചെണ്ണയോ, ഞാൻ വന്നിട്ട് ഈ സാധാരണ നമ്മുടെ കുക്കിംഗ് ഓയിലാണ് ഇട്ടിരുന്നത്. സഫോള ടേസ്റ്റിയാണ് യൂസ് ചെയ്യണത്. അങ്ങനെ വേവിട്ട് കഴിച്ച് നല്ല പൊട്ടി ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് വേവിട്ട് മത്തിൻ്റെ വേവിന് സൗണ്ട് ചടപട വൺസ് മോർ ചോദിക്കും. അതുപോലെയാണ്. അങ്ങനെ തിരിച്ചിട്ടു. നല്ല മുരുമുരൻ വന്നിട്ടുണ്ട്. വറുത്തു, റെഡിയായി. പാത്രമെല്ലാം എടുത്ത് വയ്ക്കാം. വാച്ചിങ് ഗൈസ്. അപ്പോൾ എല്ലാവരും കണ്ടതിന് സന്തോഷം. സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിന്. അതുപോലെ വേറെ പുതിയ വീഡിയോയിൽ കാണുന്നവർ ഗുഡ് ബൈ.